നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഷാജി കടയ്ക്കൽ. കേരള അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൻ്റെ 30ാമത് പതിപ്പിന് ഇന്ന് തിരുവനന്തപുരത്ത് തിരശ്ശീല ഉയരും. 8 ദിവസം തിരുവനന്തപുരത്തെ 16 തിയേറ്ററുകളായി 82 രാജ്യങ്ങളിൽ നിന്നുള്ള 206 ചലച്ചിത്രങ്ങൾ കാണികൾക്ക് വിരുന്നാകും. 26 വിവിധ വിഭാഗങ്ങൾ ഉൾപ്പെടുത്തിയാണ് സിനിമകൾ പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെയും ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലുതുമായ സമകാലിക കലാമേളയായ കൊച്ചി മുസ്ലിസ് ബിനാലയുടെ 6ാം ലക്കത്തിന് ഇന്ന് തുടക്കമാകും. വൈകിട്ട് 6-ന് ഫോർട്ട് കൊച്ചി പരേഡ് ഗ്രൗണ്ടിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ബിനാലയുടെ ഉദ്ഘാടനം നിർവഹിക്കും. ഈ രാജ്യാന്തര പ്രദർശനത്തിൽ 20-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള 66 ആർട്ടിസ്റ്റ് പ്രൊജക്റ്റുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫോർട്ട് കൊച്ചിയിലെ ആസ്പെൻ വാൾ ഹൗസാണ് പ്രധാന വേദി. പ്രദർശനങ്ങൾ മാർച്ച് 31-ന് സമാപിക്കും. സംസ്ഥാനത്ത് 2ാം ഘട്ട വോട്ടെടുപ്പിൽ 76.08% പോളിംഗ്. ഏറ്റവും കൂടുതൽ പോളിംഗ് വയനാട്ടിലാണ്. രാത്രി 9 മണിവരെയുള്ള കണക്കുകൾ പ്രകാരം വയനാട് 78.3, തൃശ്ശൂർ 72.46, മലപ്പുറം 77.43, കാസർഗോഡ് 74.86, പാലക്കാട് 76.27, കോഴിക്കോട് 77.26, കണ്ണൂർ 76.77% പോളിംഗ് രേഖപ്പെടുത്തിയത്. 15 ദിവസത്തെ ഒളിവ് ജീവിതത്തിന് ശേഷം പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് കുന്നത്തൂർ മേട് ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തി. ഇനി അങ്ങോട്ട് പാലക്കാട് തന്നെ തുടരുമെന്നും അതിൽ തർക്കമില്ലെന്നും രാഹുൽ പ്രതികരിച്ചു. പറയാനുള്ളതെല്ലാം കോടതിയിൽ പറയുമെന്നും രാഹുൽ വ്യക്തമാക്കി. ഒളിവ് ജീവിതം അവസാനിപ്പിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടെത്തിയപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരുടെ സ്വീകരണം. വോട്ട് ചെയ്യാൻ എത്തിയ രാഹുലിനെ ബൊക്കെ നൽകിയാണ് കോൺഗ്രസ് പ്രവർത്തകർ സ്വീകരിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന് പാർട്ടിയുടെ മുതിർന്ന നേതാക്കളെല്ലാം പറയുമ്പോഴും രാഹുൽ തങ്ങളുടെ MLA ആണെന്ന് KSU ജില്ലാ സെക്രട്ടറി അടക്കം പറയുന്നത് രാഹുലിനൊപ്പം പോയാൽ എന്താണെന്നും പാലക്കാട്ടെ MLA അല്ലേ എന്നും പ്രവർത്തകർ ചോദിക്കുന്നു. കണ്ണൂരിൽ വിവിധ ഇടങ്ങളിൽ UDF സ്ഥാനാർത്ഥികൾക്ക് മർദ്ദനമേറ്റതായി പരാതി. ചെറുകുന്ന് മുണ്ടപ്പുറം പോളിംഗ് സ്റ്റേഷനിൽ വെച്ച് മുണ്ടപ്പുറം വാർഡിലെ UDF സ്ഥാനാർത്ഥി മുജീബ് റഹ്മാനെ CPM പ്രവർത്തകർ കൈയേറ്റം ചെയ്തു. കള്ളവോട്ട് തടയാൻ ശ്രമിച്ചതിനെ തുടർന്നാണ് മർദ്ദനം എന്നാണ് UDF ആരോപിക്കുന്നത്. അതുപോലെ ശ്രീകണ്ഠാപുരത്തും ബൂത്തിൽ വനിതാ സ്ഥാനാർത്ഥിക്കും മർദ്ദനമേറ്റെന്ന് പരാതിയുണ്ട്. വടക്കാഞ്ചേരി നഗരസഭ 20ാം ഡിവിഷനിൽ കള്ളവോട്ട് ചെയ്യാൻ ശ്രമിച്ച യുവാവിനെ പിടികൂടി. മങ്കര തരുപീടികയിൽ അൻവറാണ് പിടിയിലായത്. മങ്കര സ്വദേശിയായ ഇയാൾക്ക് കുളപ്പുള്ളിയിൽ വോട്ടർ പട്ടികയിൽ പേരുണ്ട്. അവിടെ ചെയ്ത അൻവർ വീണ്ടും ഇന്ന് വോട്ട് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. ഉദ്യോഗസ്ഥർ ഇയാളുടെ കയ്യിലെ പഴയ മഷിയടയാളം കണ്ടയോടെയാണ് കള്ളവോട്ട് ശ്രമം പൊളിഞ്ഞത്. സ്ത്രീലമ്പടന്മാരും ലൈംഗിക വൈകൃതമുള്ളവരും ഉള്ളത് എവിടെയാണെന്ന് മുഖ്യമന്ത്രി കണ്ണാടിയിൽ നോക്കി ചോദിക്കണമെന്ന് AIC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 6 പ്രതികളുടെ ശിക്ഷ ഇന്ന് പ്രഖ്യാപിക്കും. 1-ാം പ്രതി പൾസർ സുനി ഉൾപ്പെടെ 6 പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ വാദിക്കും. എന്നാൽ പ്രതികൾ 7 വർഷം വരെ തടവ് ശിക്ഷ അനുഭവിച്ചാൽ ശിക്ഷയിൽ ഇളവ് വേണമെന്നാണ് പ്രതിഭാഗം നിലപാട്. ശിക്ഷാവിധി ഇന്ന് തന്നെ പ്രഖ്യാപിച്ചാൽ കേസിൽ ദിലീപിനെ വെറുതെ വിട്ട വിധിപ്പകർപ്പും ഇന്ന് തന്നെ പുറത്ത് വന്നേക്കും. നടിയെ ആക്രമിച്ച കേസിൽ ആരാണ് പൾസർ സുനിയെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചതെന്ന് കണ്ടുപിടിച്ചാൽ ദിലീപ് എങ്ങനെ ഈ കേസിൽ പ്രതിയായി എന്ന് സത്യം പുറത്തുവരുമെന്ന് ബിഗ് ബോസ് താരവും സംവിധായകനുമായ അഖിൽ മാരാർ. ഹൈക്കോടതിയിൽ പോയി ദിലീപിനെ ശിക്ഷിക്കാൻ നോക്കുന്ന വിഡ്ഢികൾ തലകുത്തി മറിഞ്ഞാലും ഈ കേസിൽ ഇനിയൊരു വിധി വരില്ല. കാരണം ദിലീപ് അല്ലാതെ ചെയ്ത് എന്നാണ് പരമായ സത്യം. സത്യം ഈ ഭൂമിയിൽ ജയിക്കുമെന്നും അഖിൽ മാരാർ തൻ്റെ ഫേസ്ബുക്ക് പേജിൽ കുറിച്ചു. കസ്റ്റഡിയിൽ കാലാവധി തീർന്നതിനെ തുടർന്ന് രാഹുൽ ഈശ്വർ വീണ്ടും റിമാൻഡിൽ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതി നൽകിയ യുവതിയെ സാമൂഹ മാധ്യമത്തിലൂടെ അവഹേളിച്ചെന്ന കേസിലാണ് കഴിഞ്ഞ 12 ദിവസമായി രാഹുൽ ഈശ്വർ റിമാൻഡിൽ കഴിയുന്നത്. ജാമ്യാപേക്ഷ 2 തവണ തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് തള്ളിയിരുന്നു. ജാമ്യാപേക്ഷ ഈ മാസം 15-ന് വീണ്ടും പരിഗണിക്കും. പ്രതി അന്വേഷണവുമായി സഹകരിക്കില്ലെന്നും വീഡിയോ ചിത്രീകരിച്ച മൊബൈൽ ഫോൺ കണ്ടെത്താനായില്ലെന്നും പാസ്വേഡ് നൽകാത്തതിൽ ലാപ്ടോപ്പ് പരിശോധിക്കാനാകില്ലെന്നാണ് പോലീസ് പറയുന്നത്. പീഡകന് വേണ്ടി ജയ് വിളിക്കുന്ന കുറേ എണ്ണങ്ങളെ കാണുമ്പോൾ പുച്ഛവും അതിനപ്പുറം പീഡകനെ താങ്ങുന്ന കൊല സ്ത്രീകളെ കാണുമ്പോൾ അറപ്പും മാത്രമേ ഉള്ളൂ എന്ന് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി. എന്നാലും അതിജീവിതയ്ക്കൊപ്പം എന്ന ഡയലോഗാണ് കൂട്ടത്തിൽ ലാസ്റ്റ് കോമഡി എന്നും ഭാഗ്യലക്ഷ്മി ഫേസ്ബുക്കിൽ കുറിച്ചു. നടിയെ ആക്രമിച്ച കേസിൽ കോടതി വിധിയിൽ പ്രതികരിച്ച നടൻ ടൊവിനോ തോമസ് അതിജീവിതയ്ക്ക് നീതി ലഭിക്കുകയാണെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണമെന്നും ടൊവിനോ തോമസ് പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട കേസ് ഫയലോ കൃത്യം നടന്ന കാര്യമോ ഒന്നും അറിയില്ല. ഇപ്പോഴത്തെ കോടതി വിധിയെ വിശ്വസിക്കണമെന്നാണ് തോന്നുന്നത്. അതിന് അപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനായി താനും കാത്തിരിക്കുകയാണെന്നും ടൊവിനോ തോമസ് പറഞ്ഞു. സംസ്ഥാനത്തെ സ്കൂളുകൾക്കായുള്ള ഈ വർഷത്തെ ക്രിസ്മസ് അവധി പ്രഖ്യാപിച്ചു. ഡിസംബർ 24 മുതൽ ജനുവരി 4 വരെയാകും അവധിയെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അറിയിച്ചു. മലയാറ്റൂരിലെ ചിത്തപ്രിയയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ ശേഖരിച്ചു വരികയാണെന്ന് ആലുവ റൂറൽ SP. കൂടുതൽ പേർ പ്രതികളുണ്ടോ എന്ന് പരിശോധിക്കും. പെൺകുട്ടിയുടെ ഫോൺ ശാസ്ത്രീയ പരിശോധന നടത്തുമെന്നും SP വ്യക്തമാക്കി. ചിത്തപ്രിയ ആൺസുഹൃത്ത് അലൻ
തലക്കടിച്ച് കൊന്ന കൃത്യമായ ആസൂത്രണത്തോടെയാണെന്നും പോലീസ് വ്യക്തമാക്കുന്നു. പെൺകുട്ടിക്ക് ലഹരി നൽകിയിരുന്നു കൊലപാതകമാണെന്നോ സംശയമുണ്ട്. കൊലയ്ക്ക് മുൻപും ഇരുവർക്കുമിടയിൽ രൂക്ഷമായ തർക്കമുണ്ടായതായും പോലീസ് അറിയിച്ചു. തെരഞ്ഞെടുപ്പ് ആസന്നമായ പശ്ചിമബംഗാൾ വോട്ടർ പട്ടികയിൽ പ്രത്യേക സൂക്ഷ്മ പരിശോധനയ്ക്കെതിരെ രൂക്ഷ വിമർശനമായ തൃണമൂൽ കോൺഗ്രസ് നേതാവും മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി. 5 സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശം SIR നടപടികൾ പൂർത്തിയാക്കാനുള്ള സമയപരിധി ഒരാഴ്ച കൂടി നീട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ട് ചോരിയിൽ താൻ നടത്തിയ വാർത്താസമ്മേളനം കുറിച്ച് ചർച്ച ചെയ്യാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ വെല്ലുവിളിച്ചിട്ട് മറുപടി ലഭിച്ചെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ദില്ലി കലാപക്കേസിൽ ഉമർ ഖാലിദിന് ദില്ലി കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചു. ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് തനസഹമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ അന്വേഷണത്തിൻ്റെ ഭാഗമായി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടർ ഇന്നലെ ഒന്നിലധികം സംസ്ഥാന റെയ്ഡുകൾ നടത്തി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ടെലിഫോണിൽ വിളിച്ചെന്നും സംഭാഷണം ഊഷ്മളമായിരുന്നുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു. ആഗോള സമാധാനത്തിനും സ്ഥിരതയ്ക്കും ഇന്ത്യയും അമേരിക്കയും ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും സംഭാഷണത്തിലൂടെ ഇരു രാജ്യങ്ങൾക്കിടയിലെ ബന്ധത്തിലെ പുരോഗതി വിലയിരുത്തിയെന്നും മോദി പറഞ്ഞു. അമേരിക്കയ്ക്ക് പിന്നാലെ ഇന്ത്യക്ക് മേൽ 50% നികുതി ചുമത്തി മെക്സിക്കോ. ഇന്ത്യയും ചൈനയും ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള തിരഞ്ഞെടുത്ത ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിക്ക് 50% വരെ നികുതി ചുമത്താൻ മെക്സിക്കോ അംഗീകാരം നൽകി. ആഭ്യന്തര വ്യവസായത്തെയും ഉൽപ്പാദനത്തെയും സംരക്ഷിക്കുന്നതിനായാണ് മറ്റ് രാജ്യങ്ങൾക്ക് ഉയർന്ന നികുതി ചുമത്തുന്നത്. താരിഫുകൾ 2026 ജനുവരി 1 മുതൽ പ്രാബല്യത്തിൽ വരും. പാകിസ്ഥാൻ F-16 യുദ്ധവിമാനങ്ങൾക്കുള്ള നൂതന സാങ്കേതിക വിദ്യയും വിൽക്കുന്നതായി $656 മില്യൺ ഒരു പ്രധാന ആയുധ കരാറിന് അമേരിക്ക അംഗീകാരം നൽകിയതായി റിപ്പോർട്ടുകൾ. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.